ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ച വ്യഞ്ജനാക്ഷരങ്ങൾ നമുക്ക് നോക്കാം. ഞാൻ ഓരോ ക്ലാസ്സിലും നമ്മൾ കഴിഞ്ഞത് പഠിക്കുന്നത് നമുക്ക് അത് ക്ലാസ്സിൽ നിന്ന് തന്നെ, അപ്പം ഓരോ ക്ലാസ്സിലായിട്ട് നിങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുമ്പോൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിക്കാനും പറ്റും, അതൊരു റിവിഷനും ആവും. ഓക്കെ, നമുക്ക് നോക്കാം. ക ഘ ഘ ഘ ങ ച ഇച്ഛ ജ ഇജ ഞ ട ഢ ധ ഇഢ ണ ത ധ ധ ഇഢ ന. ഇതുവരെയല്ലേ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഏതുവരെ പഠിച്ചു? ഞാ വരെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. കൂട്ടുകാരൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് പഠിച്ചു? ഞാ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന വ്യഞ്ജനാക്ഷരം പ. ഏതാ പഠിക്കുന്നേ? പ. കൂട്ടുകാരൊന്ന് പറഞ്ഞാട്ടെ. പ. പ എങ്ങനെയാ എഴുതുന്നെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ബോർഡിലോട്ട് ശ്രദ്ധിച്ചു നോക്കിയേ. പ എഴുതാൻ ആദ്യം എന്തോ ചെയ്യണം? നമ്മള് ചെറിയൊരു റ, ഓർക്കുന്നുണ്ടോ? റ പഠിച്ചേ, ചെറിയൊരു റ. ഞാൻ വലുതാക്കി എഴുതുന്നത് നിങ്ങൾക്ക് ബോർഡിൽ വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു റ എഴുതുക. അതെന്തോ ചെയ്യണം? റ എങ്ങനെ എഴുതും? ഇവിടുന്ന് തുടങ്ങി കറങ്ങി അതേ സ്ഥലത്തേക്ക്. ഓക്കെ, പിന്നീട് എന്തോ ചെയ്യണം? ആ റായിനെ നമ്മൾ ഇവിടുന്ന് കണ്ടോ നീട്ടി എഴുതുക. കാണുന്നുണ്ടോ? എങ്ങനെ എഴുതണം? ഇവിടുന്ന് നീട്ടി. എളുപ്പം മനസ്സിലാവാനാ പറഞ്ഞിരുന്നേ. നമുക്ക് അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കണം. പിന്നീട് എന്തോ ചെയ്യണം? ആ നീട്ടി വരച്ച അതിൽ നിന്ന് ഇവിടുന്ന് എന്തോ ചെയ്യണം? മുകളിലോട്ട് എഴുതുക. എന്തോ ചെയ്യണം? ഇവിടുന്ന് അതേ ഇതിൽ നിന്ന് മുകളിലോട്ട് എഴുതണം. എന്തോ വായിക്കും? വ്യഞ്ജനാക്ഷരം പ. ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയേ. ആദ്യം എന്തോ ചെയ്യണം? ഒരു ചെറിയൊരു റ. ആ റായിനെ നമ്മൾ എന്തോ ചെയ്തു? നീട്ടി വരച്ചു അല്ലേ? നീട്ടി വരച്ചതിന് എന്തോ ചെയ്തു? മുകളിലോട്ട് വീണ്ടും വരച്ചു. എന്തോ ആയി? ആ, ശ്രദ്ധിച്ച മക്കള്. ആദ്യം ഒരു റ എങ്ങനെ എഴുതും? താഴെന്ന് തുടങ്ങി കറങ്ങി അത് വീണ്ടും താഴത്തോട്ട്. അവിടുന്ന് നമ്മൾ എന്തോ ചെയ്തു? അതിനെ നീട്ടി എഴുതി. നീട്ടി എഴുതിട്ട് എന്തോ ചെയ്തു? അതിനെ വീണ്ടും മുകളിലോട്ട് എഴുതി. പാ എന്തോ ചെയ്തു? ആദ്യം കറങ്ങി വന്ന് റ വീണ്ടും എന്തായി? അവിടുന്ന് നീട്ടി അങ്ങ് പോയി അല്ലേ? നീട്ടി വരച്ചു. ആ നീട്ടി വരച്ചതിൽ വീണ്ടും എന്ത് ചെയ്തു? അത് മുകളിലോട്ട് പോയി അല്ലേ ആ ലൈന്? ഓക്കെ, പാ. ഒന്നുകൂടി നോക്കി. ആദ്യം എന്തോ ചെയ്തു? നമ്മളെ ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ കറങ്ങി മുകളിലോട്ട് പോയി വീണ്ടും താഴത്തോട്ട് വന്നു. എന്തായി? റ. നമ്മൾ ആ റായിന് എന്ത് ചെയ്തു? ഇവിടുന്ന് എന്തോ ചെയ്തു? വീണ്ടും നീട്ടി വരച്ചു അല്ലേ? ആ നീട്ടി വരച്ചതിന് വീണ്ടും എന്ത് ചെയ്തു? നമ്മളെ നീട്ടി വരച്ചതിന് അതിനൊന്ന് എന്താക്കി? മുകളിലോട്ട് വീണ്ടും വരച്ചു. എന്തോ ആയി? പാ. ഒന്നുകൂടി നോക്കിയേ. ആദ്യം എന്തോ ചെയ്തു? കറങ്ങി റ എന്തായി? പിന്നെ ഇവിടുന്ന് നീണ്ടുപോയി ഇവിടെ വരെ അല്ലേ? നീട്ടി വരച്ചു. നീട്ടി വരച്ചത് പിന്നെ എന്ത് ചെയ്തു? നമ്മളെ അതിന് മുകളിലോട്ട് വരച്ചു അല്ലേ? എന്തോ ആയി? വ്യഞ്ജനാക്ഷരം പ. നോക്കിക്കേ, ചെറിയൊരു റ. ആ റായിന്ന് നമ്മൾ നീട്ടി എഴുതി. അത് വീണ്ടും മുകളിലോട്ട് എഴുതി. വ്യഞ്ജനാക്ഷരം പ. നോക്കിക്കേ, ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതി. മനസ്സിലായോ എഴുതാൻ വേണ്ടിയിട്ട്? ആദ്യം എന്തോ ചെയ്യണോ? ചെറിയൊരു റ എങ്ങനെ എഴുതും? താഴെന്ന് തുടങ്ങി കറങ്ങി മുകളിലോട്ട് വന്ന് വീണ്ടും എഴുതിയോ? ഒന്നുകൂടി നോക്കിയേ. ഇവിടുന്ന് വന്ന്
ഇങ്ങനെ കറങ്ങി മുകളിന്ന് താഴത്തോട്ട്. റായില്ലേ, ചെറിയൊരു റാ. എന്നിട്ട് എന്തോ ചെയ്യണോ? ഇവിടുന്ന് അതിനെ നമ്മൾ എന്തോ ചെയ്തു? നീട്ടി വരച്ചു അല്ലേ? വരച്ചോ? ഇവിടുന്ന് നീട്ടി. ഓക്കെ. എന്നിട്ടാ നീട്ടി വരച്ചേന്ന് നമ്മള് അതിനെ മുകളിലോട്ട് കൊണ്ടുപോയോ? ഇവിടുന്ന് മുകളിലോട്ട് വരച്ചു. ക്ലിയർ? എന്തോ ആയി? വ്യഞ്ജനാക്ഷരം പ. എളുപ്പല്ലേ? ഒന്ന് കൈവിടാതെ എഴുതി നോക്കിയപ്പാ. ഇങ്ങനെ വന്ന് പറ്റുന്നുണ്ടോ? ഓക്കെ. പറഞ്ഞുകൊണ്ട് എഴുതണം. ഏതോ അക്ഷരം? വ്യഞ്ജനാക്ഷരം പ. ഇന്നെന്താ പഠിച്ചതപ്പോ? വ്യഞ്ജനാക്ഷരം പ. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു.